ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റപ്പോൾ സത്യം പറഞ്ഞ സങ്കടം തോന്നി. കണ്ടോ, നമ്മുടെ കിളിക്കൂട് താഴെ പോയി. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഇത് താഴെ കിടക്കുന്നു. സങ്കടം തോന്നിയെന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞത് താഴെ പോയത് എന്തുകൊണ്ടാണ്? ഇതിന് ബേസ്മെൻറ്റ് അത്ര സ്ട്രോങ് അല്ലായിരുന്നു. അതായത് ഒരു കിളി കൂട് കൂട്ടി അത് പോയതിന് ശേഷം അടുത്ത കിളി വന്നിട്ട് ആ കൂടിൻ്റെ മേലെ വേറെ കൂട് കൂട്ടി. ആദ്യത്തെ കൂടിന് എന്തുമാത്രം സ്ട്രെങ്ത് ഉണ്ടെന്നോ ഇത് താങ്ങാനായിട്ടുള്ള വെയിറ്റ് അതിനുണ്ടോ എന്നോ ഈ കിളികൾക്ക് നിശ്ചയം ഉണ്ടായില്ല. അപ്പം അതിൻ്റെ താഴേക്ക് നല്ല നല്ല വെയിറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കിളിക്കൂടും താഴെ പോയി. നമ്മുടെ ജീവിതവും ഏകദേശം ഇതുപോലൊക്കെ തന്നെയല്ലേ? മറ്റൊരാൾ കെട്ടിപ്പൊക്കുന്നതിന് മേലെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ജീവിതം കെട്ടിപ്പൊക്കുമ്പോൾ അവരൊന്ന് കൈവിട്ട് കഴിഞ്ഞാൽ, അതായത് എപ്പോഴും മറ്റുള്ളവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം ജീവിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അവരൊന്ന് താഴേക്കൊന്ന് കൈവിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഭാരം താങ്ങാൻ പറ്റാത്തൊരു സ്റ്റേജ് വരും എപ്പോഴെങ്കിലും. അപ്പോൾ അവരൊന്ന് കൈവിടുമ്പോഴേക്കും നമ്മൾ തലകുത്തി താഴേക്ക് പോകും. അതേസമയം സ്വന്തമായിട്ട് നമ്മൾ തന്നെ ചെയ്ത് കെട്ടിപ്പൊക്കിയെടുക്കുന്നൊരു ജീവിതമാണെങ്കിൽ അതിൽ എന്തുമാത്രം സ്ട്രോങ് ആണ് എന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാനും പറ്റും. അതുകൊണ്ട് എന്ത് കഷ്ടപ്പാടാണെങ്കിലും എന്ത് ദുരിതങ്ങളാണെങ്കിലും എപ്പോഴും മറ്റുള്ളവരുടെ സപ്പോർട്ട് മാത്രം പ്രതീക്ഷിച്ച് മുന്നോട്ട് പോവാതെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഒരു ബേസ്മെൻറ്റ് ക്ലിയർ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഉയർന്നുയർന്നു വരാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചെന്നാൽ താഴെ പോവാതെ ഉള്ള ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ ഒരു ജോലിയും സ്വയം വരുമാനമില്ലാതെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന പെൺകുട്ടികളുടെ കാര്യം. സ്വന്തമായിട്ട് ഒരു ഉറപ്പ് അവർക്ക് എപ്പോഴും വേണം. അങ്ങനെയെങ്കിൽ ഇത്രമാത്രം പ്രശ്നങ്ങളും ഒന്നും രൂക്ഷമാവാതെ മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെയല്ലേ? ഈ കിളികൾക്ക് സംഭവിച്ചതുപോലെ താഴേക്ക് വീണ് പോവാതെ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ കെട്ടിപ്പൊക്കിയ ബേസ്മെൻ്റ് ആയിരിക്കണം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.